പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ തകർന്ന കെട്ടിടങ്ങൾക്ക് ഒരു കഥ പറയാനുണ്ട്. ആ തകർന്ന കെട്ടിടങ്ങൾക്ക് നാഥനുണ്ടായിരുന്നു, ആ നാഥനൊരു കുടുംബമുണ്ടായിരുന്നു. കഴിഞ്ഞ മാസങ്ങളോളം ആ നാഥനും ഒപ്പം തന്നെ ആ കുടുംബവും കണ്ണീരോടുകൂടിയാണ്. തങ്ങൾ ജനിച്ച മണ്ണിനു വേണ്ടി, തങ്ങളുടെ ജീവിക്കുന്ന മണ്ണിനു വേണ്ടി അവർ പോരാടുകയാണ്. ആ മണ്ണ് തിരിച്ചു പിടിക്കാൻ വേണ്ടി അവർ അത്രത്തോളം പരിശ്രമിക്കുന്നു. പക്ഷേ അവരുടെ നിലവിളി പലരും കേട്ടില്ല എന്ന് നടിക്കുകയാണ്. ഗസയിൽ വെടിനിർത്തൽ 2 ആഴ്ചയ്ക്കുള്ളിലെന്ന് ഇസ്രായേൽ വീണ്ടും പറയുകയാണ്. ഇസ്രായേലിന്റെ ഈ പൊയ് മുഖം എത്ര നാൾ കൊണ്ട് അവർ പറയുകയാണ്. ഹമാസിനെ നിരാധികരിച്ചാൽ ശാശ്വത യുദ്ധവിരാമം ആകാമെന്ന് ഇസ്രായേൽ പറയുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വാഷിംഗ്ടണിൽ നിന്ന് മടങ്ങുന്നതിന് മുൻപ് വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടാകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. 60 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ അവരുടെ ഈ പറച്ചിൽ മാത്രമാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ട്രംപും നെതന്യാഹുവും തമ്മിൽ വട്ടമേശ സമ്മേളനം എന്ന പോലെ ചുറ്റുമിരുന്നു ചർച്ച ചെയ്തു. പക്ഷെ ഒന്നും നടന്നില്ല. അവിടെ നടന്നത് ട്രംപിനെ സമാധാനത്തിനുള്ള നോബൽ പ്രൈസിന് ശുപാർശ ചെയ്യുക മാത്രമാണ് നെതന്യാഹു ചെയ്തത്. പൂർണ്ണ യുദ്ധവിരാമത്തിൽ ഉറപ്പ് വേണമെന്ന് ഹമാസ് ആവർത്തിക്കുകയാണ്. ദോഹയിൽ നടക്കുന്ന ചർച്ചയിലും പ്രധാന വിഷയം അത് തന്നെയാണ്. ഹമാസിനെ നിരാധികരിച്ചാൽ മാത്രമേ യുദ്ധം നിർത്തൂ എന്ന നിലപാടിലാണ് ഇസ്രായേൽ ഉള്ളത്. എന്തായാലും ഗസയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആഹാരത്തിന് വേണ്ടി വരി നിൽക്കുന്നവർക്ക് നേരെ ആക്രമണം നടത്തുന്ന മനുഷ്യത്വരഹിതമായ ഒരു പ്രവണതയാണ് ഇസ്രായേൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, അന്നത്തിന് വേണ്ടി വരി നിൽക്കുന്നവർക്ക് നേരെ ബോംബാക്രമണം നടത്തിയ ഈ ഇസ്രായേലിന്റെ യുദ്ധക്കൊതി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഗസയിൽ ശാശ്വതമായ ഒരു വെടിനിർത്തൽ ഉണ്ടാകുമോ? BK സുഹൈൽ പറയും വിശദമായ കാര്യം. അജി, ഈ വാരാന്ത്യത്തിൽ വെടിനിർത്തൽ ഉണ്ടാകും എന്നാണ് പലതവണ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ട്രംപ് പറയുന്നത് ഈ ആഴ്ചയിൽ അതിന് സാധ്യത കുറവാണ്, അടുത്ത ആഴ്ച അതിന് സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലാണ്. വാഷിംഗ്ടണിലേക്ക് നെതന്യാഹുവിൻ്റെ കൂടെ പോയ ചില ഇസ്രായേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷം 2 ആഴ്ചക്കുള്ളിലായിരിക്കും വെടിനിർത്തലുണ്ടാവുക എന്ന സൂചനയാണ്. ഇതിൻ്റെ അർത്ഥം കുറേയേറെ കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരാനുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിലേറ്റവും പ്രധാനം ഈ യുദ്ധം ഇസ്രായേൽ അവസാനിപ്പിക്കുമോ എന്നുള്ളതാണ്. സമ്പൂർണ്ണമായ യുദ്ധവിരാമത്തിനെ കുറിച്ചുള്ള ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ വെടിനിർത്തൽ സാധ്യമാകുകയുള്ളൂ എന്നാണ് ഹമാസ് പറയുന്നത്. അതിന് ഒരു ഉറപ്പ് നൽകാൻ നെതന്യാഹു ഇതുവരെ തയ്യാറായിട്ടില്ല. നെതന്യാഹു പറയുന്നത് ഹമാസിനെ നിരായുധീകരിക്കണം എന്നുള്ളതാണ്. എങ്ങനെയാണ് ഹമാസിന്റെ നിരായുധീകരണം നടക്കുക, അതിനെന്ത് പോംവഴികളാണുള്ളത് എന്നുള്ളതൊന്നും കൃത്യമല്ല. നമുക്കറിയാം, ഈ ഗസ യുദ്ധം ആരംഭിച്ചത് മുതൽ ഇതുവരെ ലക്ഷ്യങ്ങൾ ഇസ്രായേൽ നിർണയിച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. ഹമാസിനെ ഇല്ലാതെയാക്കുക, ഗസയിൽ നിന്ന് ഇനിയൊരു ഭീഷണി ഇസ്രായേലിന് വരാതിരിക്കുക, അതേപോലെ തന്നെ എല്ലാ ബന്ദികളെയും വിട്ടുകിട്ടുക എന്നെല്ലാമാണ് ഈ യുദ്ധത്തിന്റെ ലക്ഷ്യമായിട്ട് നെതന്യാഹു എണ്ണുന്നത്. പക്ഷേ ഹമാസിനെ ഇല്ലാതെയാക്കുക എന്നുള്ളത് എങ്ങനെയാണ്, അതിന് നിരായുധീകരണം എന്ന് പറയുന്നത് എങ്ങനെയാണ് സാധ്യമാവുക? ഈ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും സയനിസ്റ്റ് ശക്തികളുടെ മുമ്പിൽ ഉത്തരങ്ങളില്ല. പക്ഷേ ആ ഒരു ലക്ഷ്യം വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. IDF മേധാവികളും അതേപോലെ തന്നെ ഇസ്രായേലിന്റെ മുൻ പ്രതിരോധ മന്ത്രിമാരും അടക്കമുള്ള ആളുകളും നെതന്യാഹുവിനോട് പറയുന്നതാണ്, ഹമാസിനെ നശിപ്പിക്കുക എന്നുള്ളത് കഴിയില്ല. കാരണം ഹമാസ് എന്നുള്ളത് ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കളോ അല്ല, അതൊരു ആശയമാണ്. നിലവിൽ ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കപ്പെടാനുള്ള, ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു ആശയമാണ് ഗസയിൽ ഹമാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹമാസിനെ ഇല്ലാതെയാക്കി യുദ്ധം അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല എന്ന് ഇസ്രായേലിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നിരവധി ആളുകൾ നെതന്യാഹുവിനോട് പറഞ്ഞതാണ്. പക്ഷേ നെതന്യാഹുവിനും അതറിയാമെങ്കിലും നെതന്യാഹുവിൻ്റെ സ്വന്തം രാഷ്ട്രീയ ഭാവിക്ക് അത് ഏറെ നിർണായകമാണ്. കാരണം പല തരത്തിലുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നെതന്യാഹു അദ്ദേഹത്തിൻ്റെ സ്വന്തം പൊളിറ്റിക്കൽ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 3 അഴിമതി കേസുകൾ നെതന്യാഹുവിനെതിരെയുണ്ട്. ആ അഴിമതി കേസുകളിൽ എപ്പോഴൊക്കെ വിചാരണയ്ക്ക് വിളിക്കുന്നോ അപ്പോഴെല്ലാം ഏതെങ്കിലും അടിയന്തരമായിട്ടുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് നെതന്യാഹു ചെയ്യാറുള്ളത്. ഇപ്പോൾ തന്നെ അമേരിക്കയിലേക്ക് പോകാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിചാരണ നെതന്യാഹു തടഞ്ഞു വെച്ചിട്ടുള്ളത്. അതിനു മുമ്പ് ഇറാൻ യുദ്ധമുണ്ടായിരുന്നു. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ പുതിയ പുതിയ സംഭവവികാസങ്ങൾ ഉണ്ടാക്കുകയും തൻ്റെ പൊളിറ്റിക്കൽ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഈ അഴിമതി കേസുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക, മാറി നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നെതന്യാഹു ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 60 ദിവസത്തെ വെടിനിർത്തൽ അത് താൽക്കാലികമായ ഒരു ആശ്വാസത്തിന് വേണ്ടിയും അതേപോലെ തന്നെ ബന്ദികളെ വിട്ടു നൽകാനും ഉപയോഗപ്പെടുത്താം എന്നാണ് നെതന്യാഹു ചിന്തിക്കുന്നത് എങ്കിൽ അതിനി വഴങ്ങേണ്ടതില്ല എന്ന് ഹമാസും
തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ദോഹയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ പ്രതിനിധികളുണ്ട്, ഹമാസിന്റെ പ്രതിനിധികളും ദോഹയിലുണ്ട്. അവിടെ പ്രധാനമായും ചർച്ച ചെയ്യുന്നതിൽ ഈ 3 വിഷയങ്ങളാണ്. ഒന്ന്, ഇനി ഈ ഒരു വെടിനിർത്തൽ ഉണ്ടാവുകയാണെങ്കിൽ ശാശ്വതമായിട്ടുള്ള വെടിനിർത്തൽ ഉണ്ടാവണം എന്നുള്ളതിൻ്റെ ഉറപ്പ് ട്രംപ് നൽകണം എന്നുള്ളത്. ട്രംപ് ആ തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ ഹമാസിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഹമാസിന് അത് സ്വീകാര്യവുമാണ്. പക്ഷേ അത് നടപ്പിലാവും എന്നുള്ളൊരു ഉറപ്പാണ് കിട്ടേണ്ടത്. നെതന്യാഹു അതിന് വഴങ്ങിയിട്ടുമില്ല. രണ്ടാമത്തെ ഒരു കാര്യം സഹായ സന്നദ്ധ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. വെടിനിർത്തൽ കാലയളവിൽ ഗസയിൽ സഹായം വിതരണം ചെയ്യേണ്ടത് UN ഏജൻസികളാണ് എന്നാണ് ഹമാസ് പറയുന്നത്. നമുക്കറിയാം 400-ലധികം വരുന്ന സമൂഹ അടുക്കളകൾ, കമ്മ്യൂണിറ്റി കിച്ചൺസ് ഗസയിൽ ഉടനീളമുണ്ടായിരുന്നു. ആ കമ്മ്യൂണിറ്റി കിച്ചൺസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഗസയിൽ ഭക്ഷണവും വെള്ളവും ഒക്കെ വിതരണം ചെയ്തിരുന്നത്. അത് മുഴുവൻ ഇല്ലാതെയാക്കി നശിപ്പിച്ചുകൊണ്ടാണ് GHF എന്ന് പറയുന്ന ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ വരുന്നത്. അത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്തമായിട്ടുള്ള ഒരു മരണക്കെണിയാണ് എന്ന് കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ വ്യക്തമായി. 750ഓളം പേരാണ് ഈ ദിവസത്തിനുള്ളിൽ ഗസയിൽ കൊല്ലപ്പെടുന്നത്. അപ്പോൾ ആ സംവിധാനത്തെ മാറ്റി റെഡ് ക്രസന്റിന്റെയോ UN-ന്റെയോ സംവിധാനങ്ങൾ വേണം എന്ന് ഹമാസ് ആവശ്യപ്പെടുന്നു. അതും അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടുണ്ട്. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് BK സുഹൈൽ പറയും പോലെ ഒരുപാട് പേർ മരിക്കുകയാണ്. എന്നിട്ടും ഇസ്രായേൽ അവരുടെ യുദ്ധക്കുതി അവസാനിപ്പിക്കുന്നില്ല.